ഹലോ. അപ്പം ഞാനിത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ വേലയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പം ഇന്ന് അമ്പലത്തിൽ പോകണം. അപ്പം നമ്മൾ പന്തവും കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പം അമ്പലത്തിൽ പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങളിതാ അമ്പലത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. അച്ഛനിത് ആദ്യം റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അമ്മയാണ് റെഡി ആവാനുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഫസ്റ്റേ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവരിങ്ങനെ നിന്ന് തരും കേട്ടോ, നോക്കി ചിരിക്കുകയാണ്. പിന്നെ ഇത് അവർ റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ റെഡിയായി വന്നപ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കുകയായിരുന്നു, അച്ഛാ വേലയ്ക്ക് എന്താണ് ഞങ്ങൾക്ക് മേടിച്ച് തരുന്നത്, എന്തൊക്കെ കളിപ്പാട്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അച്ഛനോട് ഓരോന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അമ്മതാ റെഡി ആവുകയാണ്, അമ്മതാ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇറങ്ങുക തന്നെ കേട്ടോ. ഏട്ടൻ എത്തിയിട്ടില്ല, ഏട്ടൻ വർക്കിന് പോയ കാരണം അമ്പലത്തേക്ക് അങ്ങോട്ട് വരാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഞങ്ങളിതാ എല്ലാവരും അമ്മയും റെഡിയായി കഴിഞ്ഞു, അങ്ങനെ ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന്. പന്തവും കൊണ്ടാണ് കേട്ടോ പോണത്. നമ്മളവിടെ അമ്പലത്തിൽ പോയിട്ട് പന്തം കൊളുത്തും, അതൊരു ചടങ്ങുണ്ട് അമ്പലത്തിൽ, കണ്ണിയാറെന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛൻ പന്തമൊക്കെ പിടിച്ച് നടക്കുകയാണ് കേട്ടോ. അമ്പലം എത്തി, അങ്ങനെ അച്ഛൻ പന്തം കൊളുത്തിയിട്ട് അമ്പലത്തിൽ ഒരു 3 വലം വെക്കും കേട്ടോ. അപ്പം അച്ഛൻ വലം വയ്ക്കാൻ വേണ്ടി പോയി. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങളും തൊഴുത ശേഷം വലം വയ്ക്കും കേട്ടോ. വലം വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളവിടെ തീ അത് കത്തിച്ചിട്ടാണല്ലോ എല്ലാവരും പോണത്. അതുകൊണ്ട് താഴെ നിറയെ തീമുരികളും ഒക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാനായിട്ട്. അപ്പോൾ ഇതാ തൊഴുതതിന് ശേഷം നമ്മൾ വലം വയ്ക്കാൻ പോകണം കേട്ടോ. അപ്പോൾ വലം വയ്ക്കുമ്പോൾ അവിടെ പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ അമ്പലത്തിൽ അവർ ബാക്കിൽ എല്ലാവർക്കും ഇങ്ങനെ ഇലയിൽ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തൊഴുത് വലം വയ്ക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് ഞങ്ങൾ പായസമൊക്കെ മേടിച്ചു കേട്ടോ. പായസമൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ശേഷം ഞങ്ങൾ എല്ലാവരുടെയും തൊഴുത് വലമൊക്കെ വെച്ച്, ഒരു വല വെച്ചുള്ളൂ കേട്ടോ വെളിയിൽ, കാരണം അത്രയും നമ്മുടെ അവിടെ വെളിയിൽ നല്ല തീമുരുകൾ വീണ് കിടക്കണ കണ്ടില്ലേ, അത് കാരണം നമ്മൾ ഒരു വലവ് വെച്ചുള്ളൂ. അങ്ങനെ ഇതാ തൊഴുത് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വീട്ടിലേക്ക് പോകുമ്പോൾ ഓട്ടോയിലായിരുന്നു പോയത്. അങ്ങനെ ഇതാ വീടെത്തിയിട്ടോ, ഏട്ടനും വന്നു. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.